മനുഷ്യർ സ്വയം ആരുടെ മുമ്പിൽ ആണോ സമർപ്പിക്കുന്നത്, അവർ അവരുടെ രൂപത്തിലേക്ക് പരിവർത്തനപ്പെടുന്നതാണ്. സമർപ്പണം ഈശ്വരന്റെ മുൻപിൽ ആണെങ്കിൽ അവരുടെ മനസ്സിൽ യാതൊരുവിധ സംശയങ്ങളും യാതൊരുവിധ ചോദ്യങ്ങളും ഉടലെടുക്കുന്നില്ല. എന്നാൽ ഒരു ദുഷ്ടന്റെ മുൻപിൽ ആണോ ഈ സമർപ്പണമെങ്കിൽ ആ മനുഷ്യന്റെ കർമ്മങ്ങൾ എല്ലാം ദുഷ്കർമ്മങ്ങളായി മാറും. അംഗരാജാവ് കർണൻ ധർമ്മജ്ഞാനം ഉള്ള വ്യക്തി ആയിരുന്നിട്ട് പോലും ചൂതസഭയിൽ വച്ച് പാഞ്ചാലിയെക്കുറിച്ച് അസഭ്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുള്ള കാരണം അംഗരാജാവ് കർണന്റെ ദുര്യോധനോടുള്ള സമർപ്പണമായിരുന്നു. ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിനുള്ള ശിക്ഷ ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ജനനമോ ജാതിയോ കാരണം അല്ല. അത് അദ്ദേഹം ഒരു ദുഷ്ടനു മുൻപിൽ സ്വയം സമർപ്പിച്ചതിനുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സമർപ്പണം ചെയ്യുന്നത് ആരുടെ മുൻപിൽ ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദുഷ്ടനെ സഹായിച്ചാൽ നമ്മുടെ എല്ലാ പുണ്യങ്ങളും നശിക്കുകയും നമുക്ക് കൂടി ദുർഗതി വരികയും ചെയ്യും എന്നാണ് കർണന്റെ കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആത്മാവ് ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഈ ജന്മത്തിൽ പ്രാപ്തമാക്കിയ അനുഭവങ്ങളും വിചാരവും അഭ്യാസവും പുണ്യവും മഹാപാപങ്ങളും വഹിച്ചുകൊണ്ടാണ് പുതിയൊരു ശരീരം സ്വീകരിക്കുന്നത്. ആത്മാവിന്റെ പുരോഗതിയും അധോഗതിയും ശരീരത്തിൽ വസിക്കുമ്പോൾ മാത്രമേ സംഭവിക്കൂ. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ ഒരേ ഒരു ബന്ധു നമ്മുടെ ശരീരം മാത്രമാണ്. നമ്മുടെ ശരീരത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആണ് എല്ലാവരും. ശ്മശാനം വരെയേ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കളും നമ്മളുടെ കൂടെ വരുവാൻ സാധിക്കുകയുള്ളൂ. മരണാന്തര ചടങ്ങുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മരണാന്തര ചടങ്ങിൽ വാതിൽ കൊട്ടി അടക്കുന്ന ചടങ്ങുണ്ട്. അത് മരിച്ച ആളുകളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ചടങ്ങുമാണ്. എന്നിട്ടും പോയില്ലെങ്കിൽ ആവാഹിച്ചു ഈശ്വര സാന്നിധ്യം ഉള്ള ദിക്കിൽ കൊണ്ട് ചെന്ന് ആക്കും. ഇന്നലെ വരെ മക്കൾക്കും ബന്ധുക്കൾക്കും ആത്മസുഹൃത്തുക്കൾക്കും വേണ്ടി ജീവിച്ച നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് ആത്മാവ് ശരീരം വിട്ടാൽ നമ്മളെ അവിടെ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് നമ്മുടെ ശരീരം നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ ആത്മാവിനും വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈശ്വരനിൽ എല്ലാം സമർപ്പിച്ച് ജീവിക്കുക. നമ്മുടെ ആത്മാവിന്റെ ഒരേ ഒരു ബന്ധു ഈശ്വരൻ മാത്രമാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ബലമായി ആവാഹിച്ചു അവിടെ എത്തിക്കുന്നതിനു പകരം ഇപ്പോഴേ നമ്മുടെ ആത്മാവിനു വേണ്ടി നമ്മൾ സ്വയം ഈശ്വര സമർപ്പണം ചെയ്യുക. ആവാഹിച്ചു അവിടെ എത്തിച്ചാൽ ഭക്തിയില്ലാത്ത നമ്മളെ ഭഗവാൻ സ്വീകരിക്കുകയും ഇല്ല. നമ്മുടെ ബന്ധുക്കൾ അവരുടെ കർമ്മം ചെയ്യുന്നു, അത്രേ ഉള്ളൂ.